ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിന് വേണ്ടി സ്ഥിരമായി കൊണ്ട് കളിക്കുന്ന ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. നെയ്മർ ഇനിയും റെഡി ആവേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിൻ്റെ സംഘവും വിശ്വസിക്കുന്നത്. ഏതായാലും നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താത്ത വിഷയത്തിൽ ബ്രസീലിൽ തന്നെ വലിയ ഡിബേറ്റ് നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നെയ്മർ ജൂനിയറെ കുറിച്ച് റിച്ചാർലിസൺ സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ എപ്പോഴും തങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്, തങ്ങളുടെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതൊക്കെ നെയ്മർ ജൂനിയർ അന്വേഷിക്കാറുണ്ട് എന്നാണ് റിച്ചാർലിസൺ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് എപ്പോഴും നെയ്മർ മെസ്സേജുകൾ അയക്കാറുണ്ട്, കാര്യങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു എന്നത് അദ്ദേഹം അന്വേഷിക്കും. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെ കടന്നു പോയിരുന്ന ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ അയച്ചത് നെയ്മർ ആയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെയ്മർ വളരെ പ്രധാനപ്പെട്ട താരമാണ്. ഇവിടെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് അധികം വൈകാതെ തന്നെ നെയ്മർ തിരിച്ചെത്തുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതാണ് റിച്ചാർലിസൺ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഇല്ലാതെ ബ്രസീലിൻ്റെ ടീം മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ചിലിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ എന്നിവരൊന്നും ഇപ്പോൾ ബ്രസീലിൻ്റെ സ്ക്വാഡിൻ്റെ ഭാഗമല്ല. എന്നിട്ട് പോലും മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.